ഹായ്, നമസ്കാരം. ബിസിനസ് പോയിന്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2025 തുടങ്ങാൻ പറ്റുന്ന ഏറ്റവും മികച്ച 5 സംരംഭങ്ങൾ നമുക്കത് ഓരോന്നോരോന്നായി നമുക്കൊന്ന് പരിചയപ്പെടാം. 2025 ഇന്നത്തെ ബിസിനസിന്റെ പോയിന്റിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് യൂട്ടിലൈസേഷൻ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോജക്റ്റ് ആണ് ടിഷ്യൂ പേപ്പറുകൾ. നമ്മൾ നോക്കുമ്പോൾ ഹോട്ടലുകളിലായാലും അല്ലെങ്കിൽ ഫാൻസി സ്റ്റോറുകളിലായാലും അല്ലെങ്കിൽ ഈ പറയുന്ന സ്വീറ്റ്സുകൾ വിൽക്കുന്ന ഷോപ്പുകളിലായാലും ബേക്കറികളിലായാലും അതേപോലെ തന്നെ ചായക്കടകളിലായാലും ഇന്ന് ഈ പറയുന്ന ടിഷ്യൂ പേപ്പറിന്റെ ഉപയോഗം വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ ടിഷ്യൂ പേപ്പറിന് വളരെയധികം ഡിമാൻഡുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണുള്ളത്. എന്നാൽ ഏകദേശം ഒരു 10 ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെന്റിൽ അത്രയും വലിയൊരു പ്രോജക്റ്റായി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്ന ഒരു യൂണിറ്റാണ് ടിഷ്യൂ പേപ്പറിന്റെ ബിസിനസ്. എന്നാൽ ടിഷ്യൂ പേപ്പറിന്റെ മെഷീൻസ് നമുക്ക് ഓട്ടോമാറ്റിക് മെഷീനായിട്ടാണ് ലഭിക്കുക. അത്തരം മെഷീനുകളിൽ നമുക്ക് കിട്ടുന്ന റോ മെറ്റീരിയൽ റീൽസ് ആയിട്ടാണ് കിട്ടുക. നമുക്ക് സോഫ്റ്റ് ടിഷ്യൂവും സെമി സോഫ്റ്റ് ടിഷ്യൂവും അതേപോലെ തന്നെ ഹാർഡ് ടിഷ്യൂ എല്ലാം തന്നെ നമുക്ക് നിരവധി റോ മെറ്റീരിയൽ നമുക്ക് റീലായിട്ട് ലഭിക്കുകയും ആ റീലിനെ മെഷീനിലേക്ക് പോയി കട്ട് ചെയ്ത് ഫോൾഡ് ചെയ്ത് നമുക്ക് ടിഷ്യൂ പേപ്പറായിട്ട് ലഭിക്കുന്ന മെഷീൻസ് ആണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. എന്നാൽ ഇത്തരം മെഷീൻസുകൾ ഏകദേശം ഒരു 5.5 ലക്ഷം രൂപ മുതൽ ഏകദേശം ഒരു 7 ലക്ഷം രൂപ വരെയുള്ള റേഞ്ചിൽ നമുക്ക് മെഷീനറികൾ ലഭിക്കുകയും ഏകദേശം ഒരു 2 ലക്ഷം രൂപയോളം വർക്കിംഗ് ക്യാപിറ്റലായി മുടക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 9 ലക്ഷം രൂപ 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെന്റിൽ സ്റ്റാർട്ട് ചെയ്യാവുന്ന ഒരു പ്രോജക്റ്റാണ് ടിഷ്യൂ പേപ്പറിന്റെ പ്രോജക്റ്റ്. ഏകദേശം ഒരു 400-500 സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ നമുക്ക് അതിന് വേണ്ടുന്ന സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇത്തരം ഒരു യൂണിറ്റുകൾ നമുക്ക് ഈസി ആയിട്ട് ആരംഭിക്കാവുന്നതാണ്. ഒരു ലേബർ, ഒരു മെഷീൻ ഓപ്പറേറ്ററും അതോടൊപ്പം തന്നെ ഒരു ഹെൽപ്പറും ഉണ്ടെങ്കിൽ നമുക്ക് ഇത്തരം സംരംഭങ്ങൾ നമുക്ക് ആരംഭിക്കാവുന്നതാണ്. ഏകദേശം 1.5 ലക്ഷത്തോളം പ്രൊഡക്ടിവിറ്റി ലഭിക്കുന്ന ഒരു യൂണിറ്റിൽ അതോടൊപ്പം തന്നെ നമുക്കൊരു പാക്കിംഗ് മെഷീൻ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത്തരം യൂണിറ്റുകളിൽ പ്രോഡക്റ്റ് കട്ട് ചെയ്ത് വരികയും നമുക്ക് അതിനെടുത്ത് പാക്ക് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. എന്നാൽ ഇത്തരം മെഷീനുകൾക്ക് സിംഗിൾ കളർ, ഡബിൾ കളർ, 4 കളർ, വിത്തൗട്ട് കളർ ഇങ്ങനെയുള്ള ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. അതായത് നമുക്ക് ഏതാണോ ആവശ്യം അത്തരത്തിലുള്ള മെഷീനുകൾ എടുക്കുകയും അതിന്റെ പ്രോഡക്റ്റ് ഉണ്ടാക്കുകയും നമുക്ക് ഡയറക്റ്റായി അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഹോൾസെയിൽ മാർക്കറ്റിലും ഈ പ്രോഡക്റ്റുകളെ നമുക്ക് മാർക്കറ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള അത്തരം മറ്റൊരു പ്രോഡക്റ്റാണ് മെഡിക്കൽ കവറുകൾ. ലോകത്തിന്റെ പ്രോസ്പെക്റ്റിൽ നോക്കുകയാണെങ്കിൽ കേരളത്തിലാണ് മെഡിക്കൽ കവറുകൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ള ഒരു പ്രോഡക്റ്റാണ്. അത് നമുക്ക് മെഡിക്കൽ ഫീൽഡിലേക്ക് വേണ്ടുന്ന കവറുകൾ, അതായത് ഹോസ്പിറ്റലുകൾ, മെഡിക്കൽ സ്റ്റോറുകൾ, പ്രാക്ടീസിങ് ഡോക്ടർമാരുകൾ, ക്ലിനിക്കുകൾ ഇത്തരം യൂണിറ്റുകളിലേക്കാണ് നമുക്ക് ഈ മെഡിക്കൽ കവറുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനെ നമുക്ക് നൽകാൻ കഴിയുക. എന്നാൽ അങ്ങനെ നമുക്കൊരു മാർക്കറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മുടെ പക്കൽ അങ്ങനെയുള്ള കോൺടാക്റ്റുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ അത്തരം ആൾക്കാരെ അപ്രോച്ച് ചെയ്ത് ബിസിനസ്സുകൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്ന ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ സ്റ്റാർട്ട് ചെയ്യാവുന്ന ഒരു യൂണിറ്റാണ് മെഡിക്കൽ കവറിന്റെ യൂണിറ്റുകൾ. മെഡിക്കൽ കവറിന്റെ യൂണിറ്റുകൾക്കായി നമ്മൾ എടുക്കേണ്ടത് മെഡിക്കൽ കവർ മെഷീനാണ്. അത്തരം മെഷീനുകൾ കംപ്ലീറ്റ്ലി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള മെഷീനാണ്. ഈ മെഷീനിൽ നമുക്ക് ഈ പറയുന്ന ടിഷ്യൂവിനെ പോലെ തന്നെ റോ മെറ്റീരിയൽ നമുക്ക് പേപ്പർ റീലുകളായിട്ടായിരിക്കും ലഭിക്കുക. എന്നിട്ട് ഇതിനകത്ത് ഡിഫറെന്റ് സൈസുകൾ 4 സെന്റിമീറ്റർ, 6 സെന്റിമീറ്റർ, 8 സെന്റിമീറ്റർ, 10 സെന്റിമീറ്റർ, 12 സെന്റിമീറ്റർ ഇങ്ങനെ നിരവധി വലുപ്പത്തിലുള്ള മെഡിക്കൽ കവറുകൾ നമുക്ക് ഈ മെഷീനിൽ ചെയ്യാം. അതിനകത്തും സിംഗിൾ കളർ, ഡബിൾ കളർ, 4 കളർ പ്രിന്റഡ് ആയിട്ടുള്ള കവറുകൾ ചെയ്യാനുള്ള മെഷീൻസ് അവൈലബിൾ ആണ്. ഇത്തരം റോ മെറ്റീരിയൽ മെഷീനിലേക്ക് കൊടുക്കുകയും മെഷീനിൽ തന്നെ പോയി ഫോൾഡ് ചെയ്ത് കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്ത് നമുക്ക് നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന കവറുകളായിട്ട് തന്നെ ഫൈനൽ ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കും. നിരവധി കളറുകളിൽ നമുക്ക് റോ മെറ്റീരിയൽ അവൈലബിൾ ആണ്. എന്നാൽ ഇത്തരം മെഷീനുകൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഫൈനൽ പ്രോഡക്റ്റുകളെ നമുക്ക് ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് നമുക്ക് മാർക്കറ്റ് ചെയ്യാവുന്നതാണ്. ഹോസ്പിറ്റലുകളിലും മെഡിക്കൽ സ്റ്റോറുകളിലും ഒക്കെ ആയി നമുക്ക് ഈ കവറുകൾ വിറ്റഴിക്കാവുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് അത്തരം മറ്റൊരു പ്രോജക്റ്റിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ് ക്യാരി ബാഗിന്റെ യൂണിറ്റുകൾ. ക്യാരി ബാഗിലേക്ക് വരികയാണെങ്കിൽ 2 തരം ക്യാരി ബാഗുകൾ നമുക്ക് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പ്രീമിയം കാറ്റഗറിയിലും എക്കണോമിക്കൽ കാറ്റഗറിയിലും ഉള്ള ക്യാരി ബാഗുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇത്തരം ക്യാരി ബാഗിന്റെ മെഷീൻ എടുക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള മെഷീനുകളിൽ നമുക്ക് തുണിക്കടകൾ, ജ്വല്ലറികൾ, ബേക്കറികൾ, ഷോപ്പിംഗ് മാളുകൾ, സൂപ്പർ മാർക്കറ്റുകൾ ഇവിടെ എല്ലാം ഉപയോഗിക്കുന്ന പാക്കിംഗ് കവറുകളും അതേപോലെ തന്നെ വിവോട്ടൻ ക്യാരി ബാഗുകൾ ഒരേ മെഷീനിൽ തന്നെ നമുക്ക് നിർമ്മിക്കാൻ പറ്റും. ഏകദേശം 40,000 മുതൽ 60,000 വരെ കവറുകളുടെ പ്രൊഡക്ടിവിറ്റി ഉള്ള മെഷീൻസ് ആണ് ഇത്തരം മെഷീനുകൾ. പേപ്പർ റീലിന് നമ്മൾ മെഷീനിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ബ്രാൻഡ് ചെയ്യണമെങ്കിൽ ആ ബ്രാൻഡും ചെയ്ത് കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്ത് ഗസറ്റും അപ്ലൈ ചെയ്ത് നമുക്ക് ഫൈനൽ നമുക്ക് എന്ത് ചെയ്യും കവറായിട്ട് നമുക്ക് ഔട്ട്പുട്ടുകൾ ഇത്തരം മെഷീനുകളിൽ ലഭിക്കും. എന്നാൽ ഇത്തരം കവറുകൾ നമുക്ക് ഇത്തരം എല്ലാ ഷോപ്പുകളിലേക്കും നമുക്ക് മാർക്കറ്റ് ചെയ്യാവുന്നതാണ്. ഒന്നുകിൽ നമുക്ക് ഹോൾസെയിലായി ഇതിന്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് നമുക്ക് ഡയറക്റ്റ്ലി കൊടുക്കാൻ പറ്റും. ചെറിയൊരു ലാഭം എടുത്തുകൊണ്ട് ഒരു കിലോയുടെ പുറത്ത് ഒരു 10 രൂപ 15 രൂപ ലാഭം എടുത്തുകൊണ്ട് നമുക്ക് വിൽക്കാൻ പറ്റും. അല്ല എങ്കിൽ ഏകദേശം ഒരു 50 രൂപ 55 രൂപ പ്രൊഡക്ഷൻ കോസ്റ്റ് ആവുന്ന മെറ്റീരിയലിനെ നമുക്ക് പീസ് റേറ്റിലായിരിക്കും ഇത്തരം പ്രോഡക്റ്റുകൾ വിൽക്കപ്പെടുന്നത്. 100 കവറിന് 50 രൂപ
60 രൂപ 70 രൂപ ഇങ്ങനെയുള്ള റേഞ്ചിലായിരിക്കും വരിക. അത് നമുക്കൊരു കിലോയിലോട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഇപ്പോൾ എത്രയാണ് റേറ്റ് എന്നുള്ളത് നമുക്ക് നോക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഇന്ന് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ സ്കോപ്പുകളുള്ള മറ്റൊരു ബിസിനസ്സാണ് A4 പേപ്പറിന്റെ ബിസിനസ്. A4 പേപ്പറിന്റെ ബിസിനസ് എന്ന് പറയുമ്പോൾ നമുക്ക് A4 പേപ്പർ കട്ട് ചെയ്യാവുന്ന രീതിയിലുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള റീലുകൾ നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണ്. ഇത്തരം റീലുകളെ മേടിക്കുക ഒരു മെഷീനറിയുടെ സഹായത്തോട് കൂടിയിട്ട് A4 പേപ്പറായി A3 പേപ്പറായിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത്തരം മെഷീനുകളിൽ നമുക്ക് ഏകദേശം ഒരു 3 ലക്ഷത്തോളം കട്ടിങ്ങുകൾ നമുക്ക് ഒരു ദിവസം നടക്കുന്ന മെഷീനുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. എന്നാൽ ഇത്തരം മെഷീനുകൾ എടുക്കുകയും ആ മെഷീൻ എടുത്ത് കട്ട് ചെയ്ത് ഏകദേശം ഒരു 3.25 ലക്ഷം രൂപ മുതൽ ഏകദേശം ഒരു 20 ലക്ഷം രൂപ വരെയുള്ള റേഞ്ചിൽ A4 പേപ്പർ മെഷീൻസുകൾ മാർക്കറ്റിൽ ഇന്ന് ബേസിക് മോഡലുകൾ അവൈലബിൾ ആണ്. അവിടെ മുതൽ മൾട്ടി ക്രോസിന്റെ മെഷീൻസ് വരെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഒരു ചെറിയ യൂണിറ്റാണ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിലേതെങ്കിലും മെഷീൻസ് എടുക്കുകയും ഈ റീലുകൾ എടുക്കുകയും ഇത് കട്ട് ചെയ്തതിനു ശേഷം പാക്ക് ചെയ്ത് നമ്മുടെ തൊട്ടടുത്തുള്ള സ്കൂളുകളിലും അതേപോലെ തന്നെയുള്ള സ്റ്റേഷനറി ഷോപ്പുകളിലും അതേപോലെ തന്നെ പേപ്പർ മാർക്കറ്റുകളിലേക്കൊക്കെ ആയിട്ട് നമുക്ക് ഈ പ്രോഡക്റ്റിനെ കൊണ്ടുപോയിട്ട് വിൽക്കാവുന്നതാണ്. അതേപോലെ തന്നെയുള്ള മറ്റൊരു മികച്ച ഒരു മെഷീനാണ് ഈ അലൂമിനിയം ഫോയിൽ പൗച്ച് മേക്കിംഗ് മെഷീൻസ്. ഇത്തരം മെഷീനുകൾ നമുക്ക് ഏകദേശം ഒരു 6.25 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ വരെയുള്ള റേഞ്ചിൽ ഇത്തരം മെഷീനുകൾ നമുക്ക് അവൈലബിൾ ആണ്. എന്നാൽ ഇത്തരം പ്രോഡക്റ്റുകൾ മെഷീനിൽ പോവുകയും ഈ പൗച്ചുകളെ സീൽ ചെയ്ത് നമുക്ക് ഗ്രേവി എടുക്കാനോ കൊണ്ടും അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രോസൺ ആയിട്ടുള്ള ചിക്കനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഇത്തരം പൗച്ചുകളെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. എന്നാൽ ഇത്തരം മെഷീനുകളെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിലുകൾ അറിയാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഈ പറയുന്ന മെഷീൻസിന്റെ പ്രോജക്റ്റിന്റെ കോസ്റ്റിനെ പറ്റിയിട്ടും മെഷീന്റെ റേറ്റിനെ പറ്റിയിട്ടും അതിന്റെ പ്രൊഡക്ടിവിറ്റിയെ പറ്റിയിട്ടും അതിന്റെ കറണ്ടിന്റെ കൺസംഷനെ പറ്റിയിട്ടും റോ മെറ്റീരിയൽ കോസ്റ്റിനെ പറ്റിയിട്ടും ഒക്കെ നിങ്ങൾക്ക് താഴെ കാണിച്ചേക്കുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിലുകൾ അറിയാവുന്നതാണ്. ഇത്തരം പ്രോജക്റ്റുകളെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽസുകൾ അറിയാവുന്നതാണ്. അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ എത്രത്തോളം വേണമെന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് കൂടുതലായ ഡീറ്റെയിലുകൾ അറിയാൻ വേണ്ടിയിട്ടും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇത്തരം വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. താങ്ക് യു.